ഇത് ഒരു ചേനപ്പൂവാണ്. ചേനപ്പൂവ് ഒന്ന് കിട്ടിയപ്പോൾ കറി വെക്കാമെന്ന് വെച്ച്. ചെറിയൊരു പൂവാണ് കിട്ടിയത്. വലിയ ചേന വലിയതാവുമ്പോൾ പൂ വിരിയും. പുതുമഴയ്ക്കാണ് പൂ വിരിയുക. അതിൻ്റെ പോള പോലെ ഒരു പൂവിൻ്റെ പുറംഭാഗം ഉണ്ടാവും. ഇതിൻ്റെ ഉൾഭാഗമാണിത്. ഉള്ളിലിങ്ങനെയാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണിത് കറി വെച്ചാൽ. ഇത് നല്ല വിരിഞ്ഞ് കഴിഞ്ഞാൽ ചീയുമ്പോൾ ഭയങ്കര ഒരു ജാതി വാസന ഉണ്ടാവുക. ഇത് വിരിയണതിന് മുന്നേ കിട്ടിയതാണ്. നല്ല ടേസ്റ്റാണ് ഇതുകൊണ്ട് കറി ഉണ്ടാക്കിയാൽ. മുറിച്ച് വെച്ച കഷ്ണമാണ്. ഇതിലേക്കിനി കറി ഉണ്ടാക്കാൻ കുറച്ച് പരിപ്പും കൂട്ടിയിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. പരിപ്പ് വേവിച്ച് വെച്ചതാണ്. മഞ്ഞളിട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു സ്പൂണ് മുളകും പൊടിയും മല്ലിപ്പൊടി 2 സ്പൂണ് ചേർക്കുന്നുണ്ട്. 2 സ്പൂണ് മല്ലിപ്പൊടിയും 1 സ്പൂണ് മുളകും പൊടിയാണ് ഇതിൽ ചേർത്തത്. മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് 1 സ്പൂൺ ഇട്ടിന്. ഉപ്പ് പാകത്തിന് ചേർക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് മുറിച്ച് വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. കഷ്ണങ്ങൾ അതിലിട്ടിട്ടൊന്ന് നന്നാക്കി ഇളക്കി കൊടുക്കുക. ഇത് നന്നാക്കി കഴുകി വെച്ചതാണ്. പറിച്ച് കഴുകി കൊണ്ടുവന്നിട്ട് ഉള്ളതാണ് മുറിച്ചത്. ഇത് നന്നാക്കി ഇളക്കി ഒരു വിസിലടിച്ചാൽ മതി. അപ്പോൾ വെന്ത് കിട്ടും. മൂടി വെച്ച് നമുക്ക് വേവിക്കാം. കഷ്ണങ്ങൾ മൂടി വെച്ചിട്ട് വേവിച്ചതാണിത്. ഇത് ഞാൻ പാത്രം മാറ്റുകയാണ്. മൺചട്ടിയിലേക്ക് ആക്കുകയാണ്. കാരണം ഇത് വീഡിയോ കാണില്ല. പാത്രത്തിലേക്ക് കാണാത്തതുകൊണ്ട് മൺചട്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ച്. കുറച്ച് വെള്ളം പാത്രം അതിൻ്റെ ഉള്ളിലുള്ള മസാല ഒന്ന് കഴുകിയെടുത്ത് അതിലേക്ക് ഒഴിക്കുക. അതിന് ശേഷം അതൊന്ന് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ, ചെറിയൊരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു മുറിയാണ്. ഇതിലേക്ക് കുറച്ച് നല്ല ജീരകമാണ് ചേർക്കുന്നത്. നല്ല ജീരകവും ഒരു 3 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കുക. തേങ്ങ വറുത്തതിന് ശേഷം ഇതുപോലെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. കറി തിളയ്ക്കുന്ന കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വറുത്തരച്ച തേങ്ങ ജാറ് ലേശം വെള്ളം ഒഴിച്ചിട്ട് ജാറിലുള്ളതൊക്കെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നന്നാക്കി ഒന്ന് ഇളക്കി ഉപ്പ് നോക്കുക. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. പോരായി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം ഇട്ടിട്ടുണ്ട്. ആവശ്യം വരികയാണെങ്കിൽ നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി ഒന്ന് ഇതിൽ കുറച്ച് പുളി കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ കയ്യിലേക്ക് കണക്കായിട്ടുള്ള കുറച്ച് പുളിയാണ് പിഴിഞ്ഞെടുത്തത്. കുറച്ച് പുളിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത്രയും പുളി ഒഴിച്ചാൽ മതി. അധികം പുളി ഒഴിക്കേണ്ടതില്ല. എന്നാൽ കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കും വേണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്താനും മറക്കാതെ ചെയ്യണേ. ഈ പൂവ് കിട്ടുകയാണെങ്കിൽ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇതിലേക്കൊന്ന് വറവ് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുമ്പോൾ കുറച്ച് ലേശം ഉലുവ ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളക് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക.
ഉണക്കമുളക് മുറിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുക. കുറച്ച് കരിവേപ്പിലയും കൂടി. ഇത്രയാണ് ഞാൻ വറവിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇത് വറവിൽ ഒന്ന് മൂത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. മുളകൊന്ന് മൂത്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കി കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. പച്ചക്കറി കൂട്ടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത്. ഈ പൂവ് കഴിച്ചിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. നല്ല ടേസ്റ്റാണ്.